ഇത് മാസ് ഓട്ടോസിന്നാണ്. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, ജനറൽ സർവീസ് ചെയ്യണം. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിംഗ് ഒക്കെ മാക്സിമത്തിലേക്ക് അയക്കണമാണ്, തീർന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റി പുതിയ ഇടണം. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. സ്പോക്കറ്റ് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്പോക്കറ്റ് മേന്ന് വിട്ടിട്ട് ചെയിൻ കൊണ്ട് ഓടി കളിക്കായിരുന്നു, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറണം. സ്പോക്കറ്റിൻ്റെ ഈ ബെയറിങ് ഇത് എത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലേ അതും മാറ്റിയിടണം. ഫ്രണ്ട് ഈ ബാക്ക് വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റും മാറ്റിയിടണം കേട്ടോ. ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിടാം, പക്ഷേ ഹബിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഹബിന് അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് ശരിക്കും സാൻഡ് പേപ്പർ പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ആക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ വന്ന കേസ് ലേറ്റി കൊടുത്ത് നമ്മൾ ഡ്രം സ്ലീവ് മാറ്റിയിടേണ്ടത് തന്നെ. ശരിക്കും അങ്ങനെ ചെയ്താലാണ് ക്ലിയർ ആവുള്ളൂ. പക്ഷേ നമുക്ക് താമസം വരും. തന്നെയല്ല ഒരു ഏകദേശം ഒരു 1000-1250 രൂപ നമുക്ക് ചിലവേണ്ട കേസാണ്. അപ്പോൾ തൽക്കാലം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനർ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പരമാവധി ഓടിക്കുക. അതിന് ശേഷം കൂടുതൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കാൻ നമുക്കത് മാറ്റിക്കളയാം. ഡ്രം സ്ലീവ് ലേറ്റി കൊടുത്ത് മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പക്ഷേ എയർ ഫിൽറ്റർ നല്ല രീതിയിൽ പൊടിയാണ്, മൊത്തം ബ്ലോക്ക് ഉണ്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയതിടണമായിരിക്കും നല്ലത്. കാരണം ഓൾറെഡി വണ്ടി വലിയ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. കാരണം കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടവർക്കാണ്. അപ്പോൾ തൽക്കാലം നമ്മളത് ഒഴിവാക്കി വിടാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബില്ലിങ് തിരിച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. പരമാവധി ഓടിച്ചതിന് ശേഷം നമുക്കത് മാറ്റി കളയാം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ക്ലീൻ സെറ്റൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ മീറ്റർ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേബിൾ മാറ്റിയിട്ടാലും നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീറ്ററിൻ്റെ ദിവസം നമ്മൾ തൽക്കാലം ഒഴിവാക്കാം. ഫ്രണ്ട് വീലിൻ്റെ ബാരിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി വിടേണ്ട ഒരു പാർട്സാണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. റൈറ്റ് ഫ്രണ്ട് സൈഡ് റൈറ്റ് സൈഡ് വന്ന ഇൻഡിക്കേറ്റർ നിലവിലില്ല വണ്ടിയുമേ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യേണ്ടിയെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് ഈ സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സെൽഫ് വർക്കിംഗ് അല്ല, അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി വണ്ടിയുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2020 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 5.5 വരുന്നുണ്ട്. 8.5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മൾ ചെയിൻ സ്പോക്കറ്റ്, ബാക്കിലത്തെ ഡാമ്പർ റബ്ബർ, ബ്രേക്ക് ഷൂ, അതേപോലെ സ്പോക്കറ്റ് ബെയറിംഗ്, എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പ്ലഗ്, ഫുഡ് റെസ്റ്റ്, ഇൻഡിക്കേറ്റർ, ബാറ്ററി അടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട കേസുകൾ, ഇപ്പോൾ സെൽഫിൻ്റെ കേസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ബാറ്ററിയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അതേപോലെ നോക്കിയിട്ട് ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസിന് വേണ്ടി നോക്കിയിട്ടൊന്ന് പറയാം. എല്ലാം അത്യാവശ്യം വേണ്ട വർക്കുകൾ തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.